ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോ മർജ് ചെയ്തിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. എല്ലാവരും തന്നെ ഉണ്ടാവുമല്ലേ? ഇതിനൊരു സ്ട്രെങ്ത് എന്തായാലും ക്ലാസ്സിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നിങ്ങള് റെസ്പോണ്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. സ്പീഡ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തന്നെ പോവാം. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പോർഷൻ എന്താണ്? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് നൽകിയത്. അതിൽ എവിടം വരെയാണ്? അതായത് ഒരു ക്ലാസ്സിൽ ഒരു ചെറിയ പോയിന്റ് ഞാൻ പറഞ്ഞു കൂടുതൽ എടുത്തിട്ടുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ് പറഞ്ഞുള്ളത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ് പറഞ്ഞു നിർത്തിയത്. എന്തായാലും അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ പരമാവധി നിങ്ങളുടെ ഒപ്പം ആക്കാനായിട്ട് ചർച്ച ചെയ്യുന്നു കണ്ടപ്പോൾ തന്നെ പരമാവധി നിങ്ങളുടെ ഒപ്പം വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് തുടങ്ങി ഒന്നും കൂടി നിങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഒരു കൂട്ടർക്ക് ചെറുതായിട്ട് കൂടുതൽ വന്നിട്ടുണ്ട്. ചാപ്റ്ററിന്റെ നെയിം എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമ്മൾ കണ്ടിരുന്നു അല്ലെ, എത്തിക്കൽ എന്ന് പറയുമ്പോഴും ഒരു പ്രൊഫഷൻ, ആ പ്രൊഫഷനെ ധാർമ്മിക കാഴ്ചപ്പാടോട് കൂടിയിട്ട് അവര് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവർക്ക് അവരുടെ അല്ലെ, ഡോക്ടറിനാണെങ്കിലും നഴ്സിനാണെങ്കിലും കേസ് ലോയറിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാം ഒരു പ്രൊഫഷനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതിന്റെ ആ ഒരു അതിനോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടത് മസ്റ്റ് ആയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ലീഗലായിട്ട് നിയമ നടപടികളും പാലിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ആവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് പ്രധാനമായിട്ടും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ കണ്ടിരുന്നല്ലേ, മെഡിക്കൽ ആയിട്ടുള്ള കുറെ ലീഗൽ കേസുകളൊക്കെ വരുമ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളും കൂടി വശങ്ങളും കൂടി എന്തായാലും ക്ലാസ്സസ് തുടങ്ങുമ്പോൾ തന്നെ എന്തായാലും സാധാരണ ഞാൻ അത് ചെയ്യാറുണ്ട്. പക്ഷെ ഇൻട്രൊഡക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, ഓർമ്മ തരാതിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമുക്ക് അപ്പോ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ലീഗൽ ആയിട്ടുള്ള ആസ്പെക്റ്റും എന്താണ് നമ്മുടെ സാധാരണ രീതിയിൽ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോഴുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ ലീഗൽ ഇഷ്യൂസിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടു എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിനുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ലീഗൽ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അല്ലെ കോടതിയിലേക്ക് സമീപിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം. ഹോസ്പിറ്റലിന്റെ ആ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീഗലായിട്ടുള്ള മാറ്റേഴ്സ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ താങ്കൾ അങ്ങനെ ഓരോ 1 by 1 ആയിട്ട് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ദെൻ ലാസ്റ്റ് നമ്മൾ കണ്ടെത്തിയത് എന്താണ്? ഇൻഷുറൻസ് ആക്ട് ആണ്. നമുക്കറിയാം അല്ലെ, എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസ് പാക്കേജുകൾ നമുക്കറിയാം. ഹോസ്പിറ്റൽ ആണെങ്കിലും പ്രഖ്യാപിക്കാറുണ്ട്, കമ്പനി ആണെങ്കിലും പ്രഖ്യാപിക്കാറുണ്ട്, ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഷുറൻസ് അത് എന്താണോ ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഫെസിലിറ്റി ആണോ അവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ആ ജീവനക്കാരുമായി ബന്ധപ്പെട്ട റിലേറ്റീവ്സിന് കൊടുക്കുന്നത്, അത് അനുസരിച്ചിട്ട് തന്നെ അത് അവര് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 അതിന്റെ രജിസ്ട്രേഷന്റെ കീഴിലായിരിക്കും ഈ ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ വരുന്നത്. ഇപ്പൊ ഫസ്റ്റ്ലി എന്താ പറയുന്നത്, മെഷർ ഓഫ് എ സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇപ്പൊ ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് പാക്കേജ് ആണ് അവർ കൊടുക്കുന്നത് അത് കണ്ടെത്തേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്? പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആസ് എ പ്രിക്യൂഷൻ അഗെയിൻസ്റ്റ് സിക്നസ്, മെറ്റേണിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇൻഷുറൻസ്. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള അല്ലെ ഇൻഷുറൻസ് പാക്കേജ് കൊടുക്കുന്നത് എന്താണ്? അവിടെയുള്ള വർക്കേഴ്സ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സിക്കൽ അല്ലെ അതുമായി ബന്ധപ്പെട്ട് ജോലി തുടർന്നുകൊണ്ടിരിക്കാതെ അവർക്ക് എന്തെങ്കിലും അസുഖം പെടുമ്പോഴോ
അല്ലെങ്കിൽ നമുക്കറിയാം സ്ത്രീകളാവുമ്പോൾ മെറ്റേണിറ്റി പ്രസവ അവധികൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ്, അതല്ലെങ്കിൽ എന്താണ് എംപ്ലോയ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ ചെലവുകളെല്ലാം എന്താണ് ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് 4% ഓഫ് ടോട്ടൽ വേജസ്. അതായത് സാധാരണ രീതിയിൽ പൊതുവെ അല്ലെ നമ്മള് ഒരു ESI അല്ലെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട് ESI എന്നുള്ള ഒരു ഇത് സാധാരണയായിട്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അതേ രീതിയിൽ തന്നെ അതായിരിക്കും ESIയുടെ പ്രധാനപ്പെട്ട ഉള്ളത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നതിന്റെ കീഴിൽ അതാത് സ്റ്റേറ്റുകൾ അത് ഫോളോ ചെയ്യാറുണ്ട്. അതിന്റെ പ്രധാനമായിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ESI എന്നുള്ളത്. ദെൻ അതിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ അതായത് ഹോസ്പിറ്റലിന്റെ ആ മാനേജ്മെന്റ് അവരുടെ തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ട് തൊഴിൽ വേതനത്തിന്റെ മന്ത്ലി ഇൻകത്തിന്റെ ഒരു 4% ഒരു 4%ഓളം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ എംപ്ലോയി അവര് അവിടെയുള്ള തൊഴിലാളികൾ അവരുടെ ഒരു നിശ്ചിത വിഹിതം അതായത് 1.75% ആണ് അത്രയും ഇത് വേതനത്തിന്റെ ഒരു ഭാഗം കൂടി അവർ നീക്കിവെക്കും. ദെൻ അതെന്താണ് പൊതുവെ അങ്ങനെ അത് ഒന്നിച്ചാണ് അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതാത് ടേമില് നമുക്ക് ESI കിട്ടുന്ന അവസരത്തിൽ പ്രധാനമായിട്ടും ആ ആനുകൂല്യം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് 4% ഓഫ് ടോട്ടൽ വേജ് ബില്ല് അത് ESI എന്നവിടെ പ്രത്യേകമായിട്ട് പറയുന്നില്ലെങ്കിലും അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ESI എന്നുള്ള രീതിയിലുള്ള ഇൻഷുറൻസ് സ്കീമാണ് അവർ തരുന്നതെങ്കിൽ അതില് മസ്റ്റായിട്ടും അവിടുത്തെ മാനേജ്മെന്റ് 4% അവരുടെ ഒരു വിഹിതം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. വീണ്ടും പറയുന്നു ESI ഈസ് നോട്ട് ആപ്ലിക്കബിൾ if hospitals are providing complete and free treatment to employees and dependents. അതായത് അവർ ഫ്രീ ആയിട്ട് അല്ലെ ഇത്തരത്തിലുള്ള നമ്മൾ കണ്ട മെറ്റേണിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിക്ക് വരുമ്പോഴോ അതല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴോ അവിടെ ഫുൾ പേയ്മെന്റ് ഈ ഹോസ്പിറ്റലുകാർ വഹിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ESIയുടെ അത് അല്ലെ ഇൻഷുറൻസ് പാക്കേജിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. വീണ്ടും പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു ഹെഡിങ് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിന്റെ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് അതായത് ഈ 4 പോയിന്റ്സ് ആണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 ഓക്കെ. അപ്പോ ഒരു ഇൻഷുറൻസ് പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ട് ആണിത്. സാധാരണയായിട്ട് ഓരോ ഹോസ്പിറ്റലുകൾ അവരുടെ ഇൻഷുറൻസ് പാക്കേജ് അവര് ഡിഫറെന്റ് ആയിരിക്കും. പൊതുവെ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുമ്പോൾ അത് സാധാരണയായിട്ട് ESI ആണ് അവർ കൊടുക്കാറുള്ളത്. ഈ ESI പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് എംപ്ലോയറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ ഒരു സാലറിയില് അവിടെയുള്ള വർക്കേഴ്സ് ആയുള്ള എംപ്ലോയിയുടെ സാലറിയുടെ ഒരു 4% എങ്കിലും ഇവര് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. 1.75% ആണ് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അത്രയുമാണ് എന്താണ് അവിടുത്തെ എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു നിശ്ചിത വിഹിതമാണ് ഈ ഇൻഷുറൻസ് പാക്കേജിന് വേണ്ടിയിട്ട് നീക്കിവെക്കുന്നത്. പിന്നെ ഇത്തരം അവസ്ഥകളിൽ അല്ലെ കൃത്യമായിട്ട് വരുമ്പോൾ അതാണ് പൊതുവെ അവര് കോൺട്രിബ്യൂട്ട് തിരിച്ച് നമുക്കായിട്ട് അതായത് അവിടുത്തെ ഈ മെറ്റേണിറ്റിയോ അല്ലെങ്കിൽ സിക്നെസ്സോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ പ്രധാനമായിട്ട് ചികിത്സാ ചെലവ് വഹിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇൻഷുറൻസ് ആക്ട് നമ്മൾ കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? ഇനിയുള്ളത് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്. അതായത് നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ. അത് പ്രൊഫഷനുമായിട്ടാണ്. അതായത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ അവിടെയുള്ള തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള കുറെ ലീഗൽ ആസ്പെക്ടുകൾ കണ്ടു. ദെൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കണ്ടു. ദെൻ ഹോസ്പിറ്റലിന്റെ അല്ലെ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ആക്ട് ഒക്കെ അതായത് വ്യവസായ ശാല അല്ലെ വ്യവസായ ഗ്രൂപ്പ് ആയതുകൊണ്ട്
അതുമായി ബന്ധപ്പെട്ട കുറെ ആക്ട്. അപ്പൊ ഒരു സ്ഥാപനം എന്ന നിലയിൽ അവിടെ ആർക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ആക്ടിന് കീഴിൽ വരേണ്ടതുണ്ടോ, അതെല്ലാം ഈ ഹോസ്പിറ്റലും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്. അതായത് നമുക്കറിയാം അവിടെ ആരൊക്കെയുണ്ട്, ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ്, നഴ്സുമാര്, മറ്റ് സ്റ്റാഫുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെയുള്ള ഫാർമസികൾക്കും അതായത് അതുപോലെ തന്നെ നഴ്സുമാർക്കും ഡോക്ടേഴ്സിനും അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും തന്നെ എന്താവും അവിടെ രജിസ്ട്രേഷനും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അല്ലെ. നമുക്കറിയാലേ ചിലപ്പോഴൊക്കെ പേപ്പറിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, നല്ല എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ യോഗ്യതയൊന്നും ഇല്ലാത്തവരൊക്കെ സർവീസ് നടത്തി അവർക്ക് അറസ്റ്റ് വാറണ്ട് ഒക്കെ വരും. അപ്പൊ കൃത്യമായിട്ടുള്ള യോഗ്യതകളും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഡ്യൂട്ടികളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ പാടുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആക്ട് അതാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. അതായത് ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 ആണ്. എന്താന്ന് നോക്കാം. ലേസ് ഡൗൺ ദ കോഡ് ഓഫ് എത്തിക്സ് ഫോർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് കൺട്രോൾസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അതായത് അവിടെയുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും അതേമാതിരി തന്നെ മെഡിക്കലായിട്ട് അല്ലെ ആ മെഡിക്കൽ ഫീൽഡിൽ തന്നെ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. ലേ ഡൗൺ ദ കോഡ് ഓഫ് എത്തിക്സ്, അതായത് ധാർമ്മിക മൂല്യങ്ങൾ അല്ലെ. നമുക്കറിയാം നമ്മള് അല്ലെ സാധാരണയായിട്ട് ഇതൊക്കെ ഉടുപ്പും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ടെലസ്കോപ്പ് ഒക്കെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവര് കുറെ ഇതുകളൊക്കെ എടുക്കുന്നുണ്ട് അല്ലെ, തീരുമാനങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതെല്ലാം എന്താണ് എത്തിക്സ് നിറഞ്ഞതാണ് അല്ലെ, അവരുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. അതൊക്കെ ഈ ആക്ടിന്റെ കീഴിലുള്ള ധാർമ്മിക മൂല്യങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ലേ ഡൗൺസ് ദ കോഡ് ഓഫ് എത്തിക്സ് ഫോർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് കൺട്രോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ. മെഡിക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം നടക്കുന്നവർ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കെല്ലാം പാലിക്കേണ്ട കുറെ എത്തിക്സുകളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് ഹൗ സെയിം ഫംഗ്ഷൻ ഇൻ ദെയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. അതായത് സാധാരണ രീതിയിൽ നമ്മുടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് വരുന്നത്. സാധാരണയായിട്ട് അവിടെ ഏത് സംസ്ഥാനവും അവരുടെ കോഴ്സുകൾ നടത്തുന്നുണ്ട് അല്ലെ. ഇപ്പൊ കേരള ഗവൺമെന്റ് ആണെങ്കിൽ അതേ സെയിം ഫങ്ഷൻസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് ഹൗ സെയിം ഫങ്ഷൻ ഇൻ ദെയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. അതാത് സ്റ്റേറ്റുകൾ ഇതേ ഫങ്ഷൻസ് ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. Then recognition of teaching hospitals are centrally controlled by IMS, അതായത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിന്റെ റെക്കഗ്നീഷനോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലുകൾക്കെല്ലാം അവരുടെ ടീച്ചിങ് അല്ലെ ടീച്ചിങ് കാര്യങ്ങൾക്കെല്ലാം അപ്രൂവൽ കിട്ടുന്നത്. നിങ്ങൾക്കറിയാം രജിസ്ട്രേഷൻ ഇല്ലാതെ പഠിപ്പിക്കുന്ന കോഴ്സുകളും ഉണ്ടാവും അല്ലെ. വേറെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം അവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് എന്തുണ്ടാവുമല്ലോ, റെക്കഗ്നേഷൻ ഇല്ലാത്ത പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരുടെ കോഴ്സുകൾക്ക് അതിൻ്റെതായ മൂല്യങ്ങൾ ഉണ്ടാവില്ല അല്ലെ. അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്, വാലിഡിറ്റി ഉണ്ടാവില്ല, ഓക്കെ, നിയമസാധുത ഉണ്ടാവുകയില്ല. അപ്പൊ അത് തന്നെയാണ് പറയുന്നത് ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിന്റെ കീഴിൽ ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള ടീച്ചിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതാത് സ്റ്റേറ്റിന് അതിൻ്റെതായ അപ്ലിക്കേഷൻ അല്ലെ അതിൻ്റെതായ നടത്തിപ്പ് കൊണ്ടുപോകാനുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഏത് ആക്ടാന്ന് പഠിക്കുക, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അതിന്റെ കീഴിലാണ് എന്താണ് അവിടെയുള്ള എഡ്യൂക്കേഷനും അതേപോലെ തന്നെ പ്രാക്ടീഷണേഴ്സിനൊക്കെ എന്താണ് അതിന്റെ റെക്കഗ്നീഷൻ കിട്ടുന്നത് എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും കുറെ റൂൾസുകൾ എത്തിക്കൽ ആയിട്ടുള്ള റൂൾസുകളെല്ലാം ഉണ്ട്. അത് പ്രാധാന്യമായിട്ട് ഫോളോ ചെയ്തു പോകാനായിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികളും തയ്യാറാകേണ്ടതുണ്ട്. എന്താണ് നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. അപ്പൊ ഒരെണ്ണം നമ്മൾ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി അല്ലെ അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെ പ്രാക്ടീഷണേഴ്സ് ഡോക്ടേഴ്സിനൊക്കെ അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ അടുത്ത എന്താണ് നഴ്സുമാർക്ക് അല്ലെ. നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ, അതില് എന്താണ് ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് പറയുന്നത് കൗൺസിലേഴ്സ് നഴ്സിംഗ് ആയിട്ടുള്ള വ്യക്തികള് ഫോർമേറ്റ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. ഇത്തരത്തിലുള്ള ഇത് തന്നെയാണ് അവിടെ എന്താണ് രജിസ്ട്രേഷൻ പർപ്പസ് ഇതിന്റെ അണ്ടറിൽ വരികയാണെങ്കിലാണ് അവർക്കും വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. ഫോർമേറ്റ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഇവരുടെ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കേണ്ടത്.
ഓക്കെ, അപ്പൊ നഴ്സുമാരുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947, then ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1930. ഇനിയുള്ളത് ഫാർമസിസ്റ്റുകൾക്ക്. നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നുകൊണ്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഓടിപ്പോയി സ്ഥാപിക്കാൻ പറ്റും. മറ്റൊരു റീറ്റെയിൽ ഷോപ്പ് സ്ഥാപിക്കുന്ന മാത്രമേ ഫാർമസി നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന് അതിൻ്റെതായ നിയമ നടപടിക്രമങ്ങളും അല്ലെ ഇതൊക്കെ കിട്ടണം, അല്ലെ അപ്രൂവലൊക്കെ കിട്ടിയാൽ മാത്രമേ ഫാർമസി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ അവിടെയും ഉണ്ട് എന്ത് ആക്ട്, ഫാർമസി ആക്ട് 1948. ഫാർമസി ആക്ടിൽ എന്താ പറയുന്നത്, ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോഴ്സ് ആൻഡ് പ്രൊഫഷൻസ് ഓഫ് ഫാർമസിസ്റ്റ്. അതായത് അവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ വർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഫാർമസി കഴിഞ്ഞ വ്യക്തികളൊക്കെ ആയിരിക്കാം മെഡിസിൻ ഒക്കെ എടുത്തു കൊടുക്കാൻ. സാധാരണക്കാർക്ക് മെഡിസിൻ എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം മെഡിസിൻ അത്രയും അല്ലെ ഭയങ്കര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന മാത്രമേ ഫാർമസിയിൽ കയറിയിട്ട് മരുന്നുകൾ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഫാർമസിസ്റ്റുകൾ വേണം. ഒപ്പം തന്നെ എന്താണ്, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്കറിയാം മെഡിസിൻസ് ആണെങ്കിൽ തന്നെ ഇച്ചിരി കൂടി അല്ലെ കാര്യം എന്താ പറയാ നമ്മള് സേഫായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ അവിടെ ഇത്രയും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റൂ എന്നുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോഴ്സ് ആൻഡ് പ്രൊഫഷൻസ് ഓഫ് ഫാർമസി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ദ ഫാർമസി ആക്ട് 1948. നെക്സ്റ്റ് എന്താ പറയുന്നത്, എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റൈൻ എ ഡ്രഗ് ലൈസൻസ് ഇഫ് ഇറ്റ് സെൽഫ് ഡ്രഗ് അക്രോസ് കൗണ്ടർ. അതായത് ഹോസ്പിറ്റൽ ആണെങ്കിലും ഇങ്ങനെ ഫാർമസി നടത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലൈസൻസ് അല്ലെ, ആ മെഡിസിൻസ് ഒക്കെ വിൽപ്പന ചെയ്യണമെങ്കിൽ ആ ലൈസൻസ് സമ്പാദിക്കേണ്ടതുണ്ട്. ഇഫ് ഇറ്റ് സെൽസ് ഡ്രഗ്സ് അക്രോസ് എങ്കിൽ മാത്രമാണ് അവർക്ക് കൗണ്ടർ മുഖേന എന്താ മരുന്നുകൾ വിൽപ്പന ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലേ, ആക്ടുകളുടെ കീഴിലായിരിക്കണം, എന്താണ് നിയമ നടപടികളുടെ കീഴിലായിരിക്കണം എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫാർമസി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിലും കൃത്യമായിട്ട് ഫാർമസി ആക്ട് 1948 കീഴിലുള്ള പെർമിഷൻ എല്ലാം മേടിച്ചതിന് ശേഷം മാത്രമേ അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് എന്താണ്, ഓൺലി രജിസ്റ്റേർഡ് ഫാർമസി കാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെ ക്വാളിഫൈഡ് അതിന്റെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനും അപ്ലിക്കേഷനും ഒക്കെ കിട്ടിയ പേഴ്സൺസിന് മാത്രം, അതിനെ പറ്റിയ ഫാർമസിസ്റ്റുകൾക്ക് മാത്രമാണ് മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ. യോഗ്യരല്ലാത്ത അയോഗ്യരായ പേഴ്സൺസിനൊന്നും അപ്പോയിന്റ്മെന്റ്സ് ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഇൻ കേസ് എന്ത് വന്നാലും ആ നിയമ നടപടികൾക്ക് ഹോസ്പിറ്റല് അല്ലെ അത് നേതൃത്വം വഹിക്കേണ്ടതായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ കിട്ടിയ ഫാർമസിസ്റ്റുകൾക്ക് മാത്രമാണ് സെയിൽ ചെയ്യാനായിട്ടുള്ള അർഹതയുള്ളത്. ഓക്കെ, ലിസ്റ്റ് നോക്കാം. 3 ഇതുകളുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947, ദ ഫാർമസി ആക്ട് 1940. അതാണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടിന്റെ കീഴിലുള്ളത്. ലിസ്റ്റ് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ഞാൻ ഇത്തിരി
സമയം തന്നെ തന്നാണ്. കാരണം ഇതൊരു എത്തിക്കൽ ലീഗൽ എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കാം. നെക്സ്റ്റ് പറയുന്നത് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. ഇതും മറ്റൊരു നിയമമാണ്. നമുക്കറിയാം അല്ലെ, നമ്മള് ഹോസ്പിറ്റലിൽ ഒരു കുട്ടി ജനിച്ചാലും അതുപോലെ തന്നെ എന്തായാലും മരണപ്പെട്ടാലും നമുക്ക് കൃത്യമായിട്ട് തന്നെ ഫോമാറ്റൊക്കെ തയ്യാറാക്കണമെന്ന് പ്രത്യേകമായിട്ട് ഡോക്ടേഴ്സ് പറയും അല്ലെ, നഴ്സുമാര് അതിനുള്ള കാര്യങ്ങൾ പറയും. കാരണം എന്തുകൊണ്ടാ, ആ ആക്ടിന് കീഴിലെ ഏത് ഹോസ്പിറ്റലാണ് ഡെലിവറി വന്നത് അല്ലെങ്കിൽ എവിടെയാണ് മരണം സംഭവിച്ചത്, അത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി പോകേണ്ടത് അല്ലെ. ആ ഒരു നിയമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. അത് മൂന്നും ആ ഒരു ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. ബർത്ത് ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും മാരേജ് രജിസ്ട്രേഷൻ ആണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുമ്പോൾ ബർത്തും ഡെത്തും എല്ലാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫോമുകളെല്ലാം ഫില്ലപ്പ് ചെയ്ത് വിവിധ ഡേയ്സ്, അതിൽ കൃത്യമായിട്ട് തന്നെ ഡേയ്സ് പറയും. ആ ഡേയ്സിനുള്ളിൽ തന്നെ ആ ഫോമുകളെല്ലാം ഫില്ലപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിൽ പറയുന്ന ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിംഗ് ഫോർ ബർത്ത് ആൻഡ് ഡെത്ത്സ് ഇൻ ഹോസ്പിറ്റൽസ്. സാധാരണയായിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ ആരാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് അവര് കൃത്യമായിട്ട് തന്നെ ആ പേഷ്യൻസിനെ കൃത്യമായിട്ട് തന്നെ അറിയിച്ചിരിക്കും എങ്ങനെയാണ് അത് രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നോ. എന്താ പറയുന്നത്, they should be notified immediately to the local municipal authority and the registrar's office. സാധാരണയായിട്ട് നമുക്ക് അല്ലെ ലോക്കൽ ആയിട്ടുള്ള പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രജിസ്ട്രേഷൻ ഓഫീസുകളിലോ ആയിരിക്കും ഇതിന്റെ ഫോമുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്ത് കൃത്യസമയത്തിനുള്ളിൽ അവര് കൃത്യമായിട്ട് പറയും അല്ലെ, ഈ രജിസ്ട്രേഷൻ നടത്തേണ്ട ദിവസങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യും. ആ ദിവസത്തിനുള്ളിൽ തന്നെ ബർത്തും അല്ലെങ്കിൽ ഡെത്ത് ഡീറ്റെയിൽസുകളെല്ലാം അവർക്ക് ഫോമിലൂടെ തന്നെ കൃത്യമായിട്ട് തന്നെ രേഖാമൂലം അറിയിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് കൺസേൺഡ് ആയിട്ടുള്ള ഏത് പേഴ്സൺ ആണോ, ഏത് നഴ്സാണോ അവര് കൃത്യമായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യും. ആ ഇൻഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ അത് കൃത്യമായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൃത്യ ദിവസത്തിനുള്ളിൽ ലൊക്കാലിറ്റിയിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട മറ്റേത് ഓഫീസിലാണോ അവിടെ കൃത്യമായിട്ട് എത്തിക്കേണ്ടതാണ്. ഇതാണ് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ടിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അല്ലെ സിമ്പിൾ അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന മാറ്റർ ആണ്. ഇനിയുള്ളത് എന്താണ്, ലോ ഓഫ് ഫ്രോഡ്സ് ആണ്. ലോ ഓഫ് ഫ്രോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോ ഓഫ് ഫ്രോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നിയമ ലംഘനം അല്ലെ, എന്തെങ്കിലും നിയമങ്ങൾ ലംഘിക്കപ്പെടാനായിട്ടുള്ള സംഭവങ്ങൾ. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമ്മള് അല്ലെ വിശ്വസ്തയോട് കൂടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും അവര് നല്ല സർവീസ് നമുക്ക് പ്രദാനം ചെയ്യുമെന്നുള്ള അല്ലെ മനോഭാവത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോഴെങ്കിലും നിയമലംഘനങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. The word frauds is derived from Latin word എന്താണ്, tortus means twisted or crooked. അതായത് വളച്ചൊടിക്കുക എന്തെങ്കിലും മാറ്റമൊക്കെ ആണെങ്കിൽ വളച്ചൊടിച്ച്. ക്രൂക്കഡ് എന്ന് വെച്ചാൽ എന്താണ് നമ്മള് വക്രമായ രീതിയിൽ എന്തെങ്കിലും മാറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്തിട്ട് അല്ലെ, നമ്മൾ സാധാരണ രീതിയിലല്ലാത്ത തരത്തില് നിയമലംഘനങ്ങൾ നടത്തുന്ന ഒരു കാര്യം. അതാണ് ഇവിടെ പറയുന്നത്. The word fraud is derived from the Latin word tortus means twisted or crooked. എന്തെങ്കിലും വളച്ചൊടിച്ച് മാറ്റം ഉണ്ടാക്കി കൊണ്ടുവരിക. It is defined as any wrong, injury or damage is done to the person for which a civil suit can be brought. അതായത് ഏതെങ്കിലും അല്ലെ നടപടിക്രമങ്ങൾ ഏതെങ്കിലും നിയമത്തിന്റെ കീഴിൽ വളച്ചൊടിച്ച് കൊണ്ടുവന്ന കേസില് ആപത്ഘട്ടങ്ങളിലെ കേസാക്കിയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ചാൻസ്. നമുക്കറിയാലേ, നമ്മള് ചിലപ്പോ ആണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളുടെ കൃത്യമായിട്ടുള്ള കാര്യനിർവഹണത്തിന്റെ ഭാഗമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം വളച്ചൊടിച്ച് എന്തെങ്കിലും ഇൻജുറീസിന്റെ എന്തെങ്കിലും തെറ്റായി രേഖപ്പെടുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ഇല്ലേ നമ്മൾക്ക് അറിയാം വളച്ചൊടിച്ച് കാര്യസാധ്യത നേടിയെടുക്കാറുണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതിന്റെ ചില ഫോമുകൾ നിങ്ങൾക്ക് എക്സാമ്പിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. അതായത് എന്താണ് കമ്മീഷൻ അല്ലെ, നമ്മള് കമ്മീഷന്റെ തെറ്റായ പ്രസ്താവന എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അൺനെസസറി ഓപ്പറേഷൻസ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റികളൊക്കെ ഉണ്ടാവും.
ചിലപ്പോഴൊക്കെ അല്ലേ നമ്മള് എന്തെങ്കിലും വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ട് കമ്മീഷൻ അതിന് ചെയ്യണം എന്നൊക്കെ പറയും. അതിന്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ കമ്മീഷൻ എന്താണ് തെറ്റായ പ്രസ്താവനകളൊക്കെ നടത്തി എന്താണ് ചിലപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ അല്ലേ ചിലപ്പോഴെങ്കിലും എന്താണ് എന്തെങ്കിലും ആ മാനദണ്ഡങ്ങൾ വളച്ചൊടിച്ച് കാര്യങ്ങൾ സാധിക്ക് വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തി പോകാറുണ്ട്. ചിലപ്പോഴെങ്കിലും, എപ്പോഴും എന്നല്ല, എപ്പോഴും ചിലപ്പോഴെങ്കിലും എന്താണ് ആ ഒരു കമ്മീഷൻ കൂടിയിട്ട് റോങ് ആയിട്ടുള്ള പ്രസ്താവനകൾ അടിച്ചിറക്കാറുണ്ട്. അത് ആക്ടിന്റെ കീഴിൽ കൊണ്ടുവരുമ്പോൾ ആ പ്രസ്താവനയ്ക്ക് വിലപേശി പോകും. അപ്പൊ എന്താണ് ചിലപ്പോൾ നിയമസാധ്യത ഇല്ലാതെയൊക്കെ തള്ളിപ്പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ. വീണ്ടും പറയുന്ന ആക്ട് ഓഫ് ഒമിഷൻ, അതായത് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റൈനിങ് കൺസെന്റ്. ചിലപ്പോഴെങ്കിലും അല്ലേ സമ്മതം കൂടാതെ തന്നെ എന്താണ് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഭേദഗതികളൊക്കെ വരുത്താറുണ്ട്. എപ്പോഴും അങ്ങനെ പറയുന്നില്ല, പക്ഷെ ചിലപ്പോഴെങ്കിലും എന്താണ് നിയമസാധ്യതകൾ അല്ലെ നമ്മുടെ കയ്യിൽ എന്താ പറയുക കൈക്കൊള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ മാത്രമേ എന്തെങ്കിലും നിയമസാധ്യതകളൊക്കെ നേടിയെടുക്കാനായിട്ട് വിത്തൗട്ട് ഒബ്റ്റൈൻ കൺസെന്റിന്റെ അല്ലെ അവരുടെ കൃത്യമായ സമ്മതമില്ലാതെ തന്നെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാറുണ്ട്. Then negligence, swap or instrument in abdomen. അതായത് അശ്രദ്ധ മൂലം നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ എന്തെങ്കിലും കുറെ പെയിൻ അബ്ഡോമിനിൽ പോയി ഇങ്ങനെ പെയിനൊക്കെ ആയിട്ട് എന്താണ് ഒരുപാട് നാളത്തെ ചികിത്സയ്ക്കൊക്കെ ശേഷം കണ്ടുപിടിച്ചു എന്താണ് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് അതിന്റെ എന്തോ സംഭവമൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഓൾറെഡി ഇതൊക്കെ അല്ലെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി. പക്ഷെ ആക്ച്വലി എന്താണ് അതിന്റെ ഒരു എക്യുപ്മെന്റ് എന്താണ് അതിന്റെ ഒരു ഭാഗം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് പ്രധാനമായിട്ടും കൊണ്ടു നടന്നത്. അപ്പൊ അതെന്താണ് എന്ത് സംഭവം കൊണ്ട് സംഭവിച്ചത്? അത് നെഗ്ലിജൻസ് അല്ലെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു മാറ്ററാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മള് ശ്രദ്ധയില്ലായ്മയോ അതല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ നടത്തി സാധൂകരിക്കുന്ന കാര്യങ്ങളെയാണ് ലോ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, നിയമലംഘനം എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നത് എന്താണ് ഇന്റൻഷ്യൽ ഇന്റർഫറൻസ്, അതായത് നമുക്കറിയാം അല്ലെ മറ്റു ഇതുകളിൽ നിന്ന് എന്തെങ്കിലും പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ അതും കൂടുതലായത് അന്താരാഷ്ട്ര ഇടപെടലുകളൊക്കെ ചിലപ്പോൾ ക്രിമിനലുകളൊക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട മാതിരി എനിക്ക് ധാർമ്മിക കാഴ്ചപ്പാടുകളൊന്നും ചിലപ്പോൾ അവിടെ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം ആരെങ്കിലും പെർമിഷൻ അല്ലെ അന്താരാഷ്ട്ര ഇടപെടലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ധാർമ്മിക കാഴ്ചപ്പാടുകളൊന്നും ചിലപ്പോൾ ഡോക്ടേഴ്സിന് നിർവഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് കൃത്യമായിട്ട് തന്നെ ലീഗലായിട്ട് തന്നെ പോകേണ്ടതൊക്കെ ആയിട്ട് വരും. അതും ഒരു നിയമലംഘനം തന്നെയാണ്. എന്താണ് വീണ്ടും പറയുന്നത് ഇൻവാഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. ഇതില് എന്താണ് ഇന്റൻഷണൽ ഇന്റർഫറൻസില് ബ്രാക്കറ്റിൽ പറയുന്നത് ലീഡ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ്. അതായത് നമുക്കറിയാം അല്ലെ മറ്റു അന്താരാഷ്ട്ര ഇടപെടലുകൾ കൊണ്ട് ആ വ്യക്തിയെ ഒന്നുകൂടി അല്ലെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും കൃത്യമായിട്ട് കൊടുക്കണമെന്നില്ല, അവരെ മെന്റലി ചിലപ്പോൾ എന്താണ് കുറച്ചും കൂടി ക്ലോസ് ചെയ്ത് അല്ലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഫിസിക്കലി എന്താണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ ഒന്നുകൂടി ഡിസ്റ്റർബ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളും ഉണ്ടാകും. അതും ഒരു തരത്തിലുള്ള നിയമലംഘനത്തിൽ പെടുന്നത് തന്നെയാണ്. Then invasion of the right of privacy, എന്താണ് അവരുടെ അല്ലെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറയാം. അതായത് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സിന് മുമ്പിൽ വെളിപ്പെടുത്തി രോഗത്തിനെ ചികിത്സ അല്ലെ സേവനമാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോഴെങ്കിലും എന്താണ് അവര് സ്വകാര്യതയിലേക്ക് കൈകടന്ന് കാര്യങ്ങൾ സാധിക്കാറുണ്ട്. അതും എന്താണ് പ്രധാനമായിട്ടും നിയമലംഘനത്തിൽ പെടുന്നതാണ്. നെക്സ്റ്റ് എന്താണ് ബ്രീച്ച് ഓഫ് പ്രൊഫഷൻ സീക്രസി, എന്താണ് അതിനെ പ്രധാനമായിട്ടും കൃത്യമായിട്ടുള്ള വേർഡ് മീനിങ് തന്നെയാണ് ബ്രീച്ച് ഓഫ് പ്രൊഫഷൻ സീക്രസി എന്ന് പറയുന്നത്. അവരുടെ സ്വകാര്യത അല്ലെ ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു എത്തിക്സ് അത് കാത്തു സൂക്ഷിക്കാതെ ലംഘിക്കുന്ന അവസ്ഥയാണ്. ആ ഒരു പ്രൊഫഷൻ എന്താണോ അതിന് അപമാനം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു നിയമലംഘനം തന്നെയാണ്. ബാറ്ററി എന്ന് പറയുന്നത് എന്താണ് സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ്. അതായത് ശരിക്കും ഓപ്പറേഷന് വിധേയമാകേണ്ട വ്യക്തിയുടെ പെർമിഷനും ഒന്നും ഇല്ലാതെ തന്നെ സർജനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ നമുക്കറിയാം അല്ലെ കൃത്യമായിട്ടുള്ള പെർമിഷൻ ഹോസ്പിറ്റലിന്റെ ഇതിന് വേണ്ടിയിട്ട് അല്ലെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വരെ മറ്റൊരു ഓപ്പറേഷൻ ഒക്കെ നടത്തിയെന്ന് വരാം. ആക്ച്വലി അദ്ദേഹത്തിന്റെ പെർമിഷൻ ഉണ്ടാകും.
ക്ലിയർ ആയോ? ഇച്ചിരി സൗണ്ട് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവാതെയും ഉണ്ടോ? സെക്കൻഡ് ഓക്കെ പറയാം. ആക്ട് ഓഫ് ഒമിഷൻ, ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. അതായത് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ സമ്മതം കൂടാതെയുള്ള അല്ലെ, നമ്മുടെ സാധാരണ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ സമ്മതത്തോട് കൂടിയിട്ട് ആയിരിക്കാൻ ചെയ്യേണ്ടത്. ചിലപ്പോഴെങ്കിലും എന്താണ് കൺസെന്റിന്റെ സമ്മതം കൂടാതെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകാറുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ഓക്കെ, ആക്ട് ഓഫ് ഒമിഷൻ ഒഴിവാക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും അല്ലെ, ചിലപ്പോ നിയമ സാധ്യതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ സമ്മതം അല്ലെ, റിലേറ്റീവിന്റെ സമ്മതമൊന്നും കൂടാതെ തന്നെ എന്താണ് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി അപ്പൊ തന്നെ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് അവരവരുടെ ഭാഗം ക്ലിയർ ഔട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി തേർഡ് പോയിന്റ് പറഞ്ഞു, നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്, എന്തെങ്കിലും അശ്രദ്ധ മൂലം അല്ലെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് അല്ലെ, നമ്മൾ കണ്ടായിരുന്നു ഒരു പേപ്പറിലൊക്കെ കണ്ടെടുത്തല്ലേ, സിസ്റ്റർ അതിന്റെ ഉള്ളിൽ തന്നെ ആ കത്രിക അതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഭാഗം തുന്നി കെട്ടിയൊക്കെ പോകുന്നു. അവസാനം ഭയങ്കര പെയിൻ ഒക്കെ ആയി പിന്നെ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിധേയമാക്കിയപ്പോഴാണ് ഉള്ളിൽ ഓൾറെഡി ഒരു എക്യുപ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയത്. അപ്പൊ അതൊക്കെ എന്താണ്, ശരിയായിട്ടും ഭയങ്കര അശ്രദ്ധ മൂലമാണ് അല്ലെ, നിയമലംഘനം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഓപ്പറേഷൻ നടത്താത്തത് കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങള്. വേറെ എന്തെങ്കിലും? നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര ഇടപെടലുകളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചികിത്സ കിട്ടിയെന്ന് വരില്ല. അവരെ മെന്റലി ഫിസിക്കലി ഡിസ്റ്റർബൻസ് ആക്കുകയാണ് അത്തരം ടൈമുകളിൽ ചെയ്യുന്നത്. ഇൻവാഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, അതായത് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതും എന്താണ്, ഡോക്ടേഴ്സിനോട് വെളിപ്പെടുത്തി അല്ലെ, നഴ്സുമാരോട് കൃത്യമായിട്ട് തന്നെ രോഗാവസ്ഥ വെളിപ്പെടുത്തി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതും ഒരുപക്ഷെ ദുരുപയോഗം ചെയ്യാം. പിന്നെ പ്രൊഫഷൻ സീക്രസി, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള സീക്രസി അത് ലംഘിക്കുമ്പോൾ അതും ഒരു നിയമലംഘനമാണ്. Then battery search and going beyond the limit of patient's consent. പേഷ്യന്റിന്റെ ഒരു സമ്മതമില്ലാതെ തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്താണ്, നിയമലംഘനത്തിന്റെ ഭാഗം തന്നെയാണ്. ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? നെക്സ്റ്റിലേക്ക് പോകാനോ? നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ മിസ്ലേനിയസ് തോട്ട്സ് ആണ്. എന്താണ്, മറ്റു തരത്തിലുള്ള ലംഘനങ്ങൾ അല്ലെ. സാധാരണ നമ്മൾ നിയമലംഘനം കണ്ടു, ഇനി മറ്റു തരത്തിലുള്ള ലംഘനങ്ങളുമുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ന്യൂസൻസ്, അതായത് ന്യൂസൻസ് എന്ന് പറയുമ്പോൾ ശല്യം, ഉപദ്രവം അല്ലെ. ഇൻകൺവീനിയൻസ് ടു പബ്ലിക്, അതാണ് പൊതുജനത്തിന് അസൗകര്യങ്ങൾ എന്തെങ്കിലും സൃഷ്ടിക്കുക. നമുക്കറിയാം ആംബുലൻസുകൾ അല്ലെങ്കിൽ ഏതുതരം നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് ആവുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ എന്തെങ്കിലും അല്ലെ ഭയങ്കര പബ്ലിക്കിനെ അല്ലെ പൊതുജനങ്ങൾ ചുറ്റുപാട് താമസിക്കുന്നുണ്ടാവാം, അവർക്ക് എന്തെങ്കിലും ശല്യമാവുന്ന തരത്തിലുള്ള സൗണ്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് തള്ളുന്നതോ അങ്ങനെ എന്തെങ്കിലും അല്ലെ മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിയമലംഘനങ്ങൾ ഉണ്ടാവാം. ദെൻ മിസ്റെപ്രസന്റേഷൻ, അതായത് ഡെസീറ്റ് എന്ന് പറയുമ്പോൾ വഞ്ചന തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തെറ്റായിട്ട് എന്തെങ്കിലും അവതരിപ്പിക്കൽ. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ വരുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പേഷ്യൻസ് വന്നുകൊണ്ട് അവർക്ക് അവരുടേതായ അഡ്രസ് വരുമ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഓർഗനൊക്കെ തകരാറ് കൊണ്ടാവുന്നൊക്കെ തെറ്റായിട്ട് തന്നെ അവതരിപ്പിച്ച് അവരുടെ
സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരിൽ നിന്ന് പരമാവധി ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കാം. അതും ഒരു തരത്തിലുള്ള വളഞ്ഞൊടിച്ച് മറ്റൊരു തരത്തിലെ വളച്ചൊടിച്ച ഒരു തരം തന്ത്രം തന്നെയാണ്. ആ ഒരു തന്ത്രത്തിന്റെ ബേസിലാണ് അവര് നിയമലംഘനം നടത്തുന്നത്. മിസ്റെപ്രസെന്റേഷൻ, അതായത് തെറ്റായിട്ട് തന്നെ അവതരിപ്പിക്കുക. ഈ രോഗാവസ്ഥ ക്ലിയർ ആയിട്ട് ഒരുപക്ഷെ ഡോക്ടറിന് മനസ്സിലാകുന്നുണ്ടാകും, പക്ഷെ എങ്കിൽ കൂടി അവര് ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ അവര് മറ്റു ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കാറുണ്ട്. വീണ്ടും എന്താണ് പറയുന്നത്? ഡെഫമേഷനിലെ പ്രധാനം പറയുന്നത് സ്ലാൻഡർ, ലയബൽ, അതായത് അപകീർത്തിപ്പെടുത്തൽ, അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. ഇൻ കേസ് നമുക്ക് അറിയാം ചില ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുകളെല്ലാം അവര് മറ്റുള്ള ഡോക്ടേഴ്സ് അവിടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കാണ്ട്, അതുപോലെ തന്നെ എന്താണ് ചിലപ്പോ അസുഖങ്ങളെല്ലാം ഭേദമാക്കുന്നതൊന്നും കറക്റ്റ് ആയിട്ടല്ല, അങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ ചിലപ്പോൾ ഒരുപക്ഷെ കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നത്, അതായത് പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന അപവാദങ്ങളും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിയമലംഘനം തന്നെയാണ്. സ്ലാൻഡർ, ലേബൽ എന്നൊക്കെ പറയുന്നത്. ദെൻ എന്താ വീണ്ടും പറയുന്നത്? മെലീഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു പ്രോസിക്യൂഷൻ കേസിന്റെ ഭാഗമായിട്ട് തെറ്റോ ആ ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ പ്രോസിക്യൂഷനിലേക്ക് വാദിക്കുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം, ഡോക്ടേഴ്സും നഴ്സിനും കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ കൂടി ദുരുദ്ദേശത്തോട് കൂടിയിട്ട് എന്തെങ്കിലും പ്രോസിക്യൂഷൻസ് ഒക്കെ ഫയൽ ചെയ്യുകയാണെങ്കിൽ, കേസുകളും കാര്യങ്ങളും എടുക്കുകയാണെങ്കിലും അത് നിയമലംഘനം തന്നെയാണ്. ഇപ്പൊ ചില വേർഡ്സുകളാണ് പുതിയ ന്യൂസൻസ്, തന്നെ മിസ്റെപ്രസെന്റേഷൻ, ഡിഫമേഷൻ, പിന്നെ മലീഷ്യസ്, അതിൽ പറയുന്ന പ്രോസിക്യൂഷൻസ്, അവര് പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ദുരുദ്ദേശത്തോടു കൂടിയിട്ട് പ്രോസിക്യൂഷൻ നടത്തുന്നത്. അപ്പൊ കേസുകളും കാര്യങ്ങളും ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിയമ ലംഘന വ്യവസ്ഥകളാണ്. തെറ്റായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് മിസ്റെപ്രസെന്റേഷൻ. ശരിക്കും പറഞ്ഞ തെറ്റായ അവതരണമാണ്. ഒരുപക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, നേരത്തെ പറഞ്ഞ മാത്രം എന്തെങ്കിലും കൂടുതൽ എക്സ്റേയോ അല്ലെങ്കിൽ സ്കാനിങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെന്താണ് ആക്ച്വലി ഒരുപക്ഷെ ഡോക്ടറിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, തീരുമാനിക്കാൻ പറ്റുന്നുണ്ടാവും എന്താണെന്നുള്ളത്. പക്ഷെ എങ്കിൽ കൂടി കുറച്ചും കൂടി ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ. തേർഡ് എന്ന് പറയുന്നത് ഡെഫമേഷനിലെ പ്രധാനത് അപകീർത്തിപ്പെടുത്തൽ അല്ലെങ്കിൽ അപവാദം. അത് ഒരുപക്ഷെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അപവാദം അല്ലെങ്കിൽ മറ്റു ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ അപവാദം പ്രചരിപ്പിക്കുന്നത് എല്ലാം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അപവാദം പ്രചരിപ്പിക്കുന്നതെല്ലാം നിയമലംഘനമാണ്. ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലാതെ എന്താണ് അപവാദം, മറ്റു ഡോക്ടേഴ്സിനെയോ ഹോസ്പിറ്റലിന്റെ സൗകര്യത്തെയോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അപവാദം പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം ഡിഫാമേഷൻ, ആ ഒരു പ്രോഡക്ട്സിൽ വരുന്നതാണ് നിയമലംഘനത്തിന്. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് മലീഷ്യസ് ആണ്. എന്താണ് മലീഷ്യസ് എന്ന് പറയുന്നത്? ദുരുദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യുക. അതായത് ഇപ്പൊ ഒരു എക്സാമിൻ ചെയ്തു ഒരു പേഷ്യന്റിന്റെ എക്സാമിൻ ചെയ്തിട്ട് അവർക്ക് അറിയാം ചിലപ്പോ ഒരു ആക്സിഡന്റ് കേസ്, ഒരു അഴിമതി കേസിൽ വന്നിട്ട് കൃത്യമായിട്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാം. ചിലപ്പോൾ ചിലരുടെ മുകളിലുള്ള സപ്പോർട്ടിന്റെ ഒക്കെ അവസ്ഥയിൽ അവര് കൃത്യമായിട്ടുള്ള തെളിവെടുപ്പുകൾ അവര് അല്ലാതെ അത് മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും. അത് ഒരു തരത്തിലുള്ള നിയമലംഘനം തന്നെയാണ്. കിട്ടിയോ? നമ്മള് കുറച്ച് തോട്ട്സുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഇന്ന് തന്നെ വായിച്ചു നോക്കാട്ടെ. കാരണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒന്നല്ല, ചിലർക്കൊക്കെ അത് ഓക്കെ ആയിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോകാൻ വായിക്കുമെങ്കിലും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് ഒരു ആക്ട് ഉള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. എടുക്കാലോ? കണ്ടിന്യൂ ചെയ്യാലോ? നിങ്ങൾക്ക് വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ വായിച്ചു നോക്കിയിട്ട് നോക്കാം.
അപ്പൊ നമുക്ക് നോക്കാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതായത് ഉപഭോക്താക്കൾക്ക് സംരക്ഷണം കിട്ടുക അല്ലെ, അവരുടെ അവകാശങ്ങൾ. നമുക്കറിയാം ഉപഭോക്താവ് ആരാണ്? നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അല്ലെ, ഒരു ഷോപ്പിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ ആ മേടിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി സർവീസ് മെലീഷ്യസ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദുരുപദേശത്തോട് കൂടിയിട്ടുള്ള പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യുക. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞത്, നമ്മളെ കൃത്യമായിട്ട് എന്തെങ്കിലും അടിപിടി കേസുകളോ അല്ലെ തെറ്റ് കേസുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അവരെ റെഫർ ചെയ്ത ഡോക്ടർ അല്ലെങ്കിൽ നഴ്സുമാര് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും അല്ലെ മേലധികാരികളുടെയോ ആരുടെയെങ്കിലും പിന്തുണയോട് കൂടിയിട്ട് ചിലപ്പോ ചില കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും അല്ലെ, മറച്ചു വെച്ചിട്ട്. പേഷ്യൻസിന്റെ അങ്ങനെ വരുമ്പോഴെന്താണ്, അവര് പേഷ്യൻസിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ അത് മറച്ചു വെച്ചിട്ട് ചില കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. അപ്പൊ അത് ദുരുദ്ദേശത്തോട് കൂടിയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് അല്ലെ, മറ്റുള്ള മേലധികാരികളെ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞ നിയമലംഘനമാണ് അല്ലെ, ശരിയായ ഒരു നിയമലംഘനം തന്നെയല്ലേ അത്. യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് തെറ്റായ കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളത്. കിട്ടിയോ? മെലീഷ്യസ് പെർസിക്യൂഷൻ അത് കിട്ടിയ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ചോദിച്ചാൽ. അപ്പൊ നമ്മള് നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് നമ്മൾ പറഞ്ഞത് എന്താണ്? ഉപഭോക്താക്കൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ്. ഇപ്പൊ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ചില നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അവിടുത്തെ ഉപഭോക്താവ് ആ മേടിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന വ്യക്തി ഇൻ കേസ് ഹോസ്പിറ്റലിലാവുമ്പോൾ അതിനായിരിക്കും ഒരുപക്ഷെ പേഷ്യന്റ് എന്ന് മറുപടി പറഞ്ഞത് എന്താണ്? അവിടെ സർവീസ് നേടിയെടുക്കുന്ന പേഷ്യന്റ് ആണ് അവിടുത്തെ കൺസ്യൂമർ അല്ലെ. അപ്പൊ ആ കൺസ്യൂമറിന്, ആ ഉപഭോക്താവിന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത്. ഇനി അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എന്താണ്? അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. വേൾഡ് എക്കണോമിക് ഫോറം, WEF, വേൾഡ് എക്കണോമിക് ഫോറം. വേൾഡ് എക്കണോമിക് ഫോറം ആ ഒരു ഇതില് പറയുന്നത് അത് 1987 ഈ ആക്ട് വരുന്നത്. ആ ഫോറത്തിന്റെ കീഴിലാണ് ഇവരുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അഡ്വാൻറ്റേജ് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡ് വിതിൻ 3 to 4 months. അതായത് എന്തായാലും മിനിമം നമുക്കറിയാലേ, മിനിമം കോസ്റ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ബിസിനസ് സ്ഥാപനമാണെങ്കിൽ സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെ, അത് ഒരുപാട് ഉദ്ദേശിക്കുന്ന കോസ്റ്റിനനുസരിച്ചിട്ടുള്ള വില ഈടാക്കുന്നതനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് റിട്ടേൺ കിട്ടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് കൈകാര്യം ചെയ്ത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതായത് നമുക്കറിയാം, ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മതിയായ നമ്മൾ കൊടുത്ത കോസ്റ്റിനനുസരിച്ചിട്ട് തന്നെയുള്ള റിട്ടേൺ കിട്ടിയില്ല, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീലിങ്സ് വരികയാണെങ്കിൽ അത് ഡിസൈഡ്, ആ മാറ്റർ തീരുമാനങ്ങൾ എടുക്കേണ്ടത് 3-4 മാസത്തിനുള്ളിൽ തന്നെ ഒത്തുതീർപ്പാക്കി തീരുമാനം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ ആക്ടിന്റെ കീഴിൽ നമുക്കറിയാം കേസുകൾ ഫയൽ ചെയ്യും. നമ്മൾ മിക്കവാറും ആക്ട് പിടിക്കുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ കോടതിയെ സമീപിച്ചാൽ നമുക്കതിന് അനുകൂല അല്ലെ നടപടികൾ ഉണ്ടാവണം. അപ്പോഴാണ് ആക്ടിന് വില വരുന്നത്. അപ്പൊ ഈ ആക്ട് അനുസരിച്ചിട്ട് അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ 3-4 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് മിനിമം കോസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് കൃത്യമായിട്ടുള്ള മറുപടികൾ കിട്ടണം. ദെൻ പ്രൊവൈഡ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിസിറ്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്.
അതായത് നമുക്ക് പരാതിയിലെ നമ്മൾ എന്തെങ്കിലും ഗുഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് അല്ലെ കൃത്യമായിട്ടുള്ള പരിഹാരത്തിന് കീഴിലായിട്ടായിരിക്കണമല്ലോ നമുക്ക് റിട്ടേൺ കിട്ടേണ്ടത്. എന്തെങ്കിലും ഒരു നമ്മളൊരു സാധനം മേടിച്ച് അത് ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഇലക്ട്രോണിക് സംഭവമൊക്കെ ആയിരിക്കും, ഒരുപാട് അല്ലെ കോസ്റ്റ് മുടക്കിയായിരിക്കും നമ്മളത് മേടിച്ചത്. അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് ചെയ്തപ്പോഴേക്കും അതിന്റെ ഇതുകളെല്ലാം അല്ലെ അത് കേടുപാടായി സംഭവിച്ചുവെങ്കിൽ കൃത്യമായിട്ടുള്ള വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് തന്നെ മാറ്റി കിട്ടേണ്ടതാണ്. ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതിയെ സമീപിക്കാം അല്ലെ. അത് നിയമപരമായിട്ടുള്ള അവകാശമാണ് ആരുടെ, കൺസ്യൂമറിന്റെ, അതായത് ആ മേടിച്ച വ്യക്തിയുടെ അവകാശമാണ്. അപ്പൊ പ്രൊവൈഡ് റീപ്രസൽ ഫോർ ഡെഫിസിറ്റ് ഗുഡ്സ് ഇൻ കേസ് ഇങ്ങനെയുള്ള സംഭവിച്ച വസ്തുക്കൾക്ക് ആയിട്ടുള്ള ആ ഒരു പരിഹാര മാർഗം അല്ലെങ്കിൽ ഡെഫിസിറ്റ് സർവീസ്. നമുക്ക് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം നമ്മൾ മുടക്കുന്ന പൈസയ്ക്കുള്ള സർവീസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായിട്ട് പേഷ്യന്റിന് കിട്ടിയിരിക്കണം അല്ലെ. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കോടതിയെ സമീപിക്കാം. അപ്പൊ അതിന്റെ ഉള്ള അവകാശം നേടിയെടുക്കാനായിട്ട് നമുക്ക് മുന്നിലുള്ള ഒരു ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ദെൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ കേസ് അതുമാത്രം തന്നെ കച്ചവട കാര്യങ്ങളിൽ കൃത്യതയല്ലാത്ത അൺട്രേഡ് ആയിട്ടുള്ള അല്ലെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് കാര്യങ്ങളൊക്കെ നടത്തിക്കുമ്പോഴും അതിന് അല്ലെ കൃത്യത വരുത്താൻ വേണ്ടിയിട്ടുള്ള അവകാശം നേടിയെടുക്കാനായിട്ടുള്ള ഒരു ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും കൺസ്യൂമർ ആരാണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്താണ്, സർവീസ് എന്താണെന്ന് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എ പേഴ്സൺ ഹു ഹയർസ് എനി സർവീസ് ഫോർ എനി കൺസിഡറേഷൻ. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ മാറ്ററിൽ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, നമ്മൾ സർവീസ് ആണ് മേടിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് സർവീസ് ആണ് പേഷ്യന്റ് നേടിയെടുക്കുന്നത്. അപ്പൊ അവിടുത്തെ കൺസ്യൂമർ ദ പേഴ്സൺ ഹു ഹയർസ് എനി സർവീസ് ഫോർ എനി കൺസിഡറേഷൻ. കുറച്ച് പേയ്മെന്റ് മുടക്കിയിട്ടാണ് അല്ലെ, നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആ ഒരു സേവനം നമ്മൾ നേടിയെടുക്കുന്നത്. അവിടെ വരുന്ന പേഷ്യൻസിനെയാണ് എന്നത് പറയുന്നത് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, എ ഫാൾട്ട്, imperfection, shortcoming or inadequacy in the quality, nature and manner of performance of a contract or otherwise in relation to the service. അതായത് നമ്മളൊരു കോൺട്രാക്ട് വെച്ചാൽ അല്ലെ, നമ്മളൊരു ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് ഡോക്ടറിൽ നിന്ന് കൃത്യമായിട്ടുള്ള സേവനം കിട്ടി അല്ലെ, നമ്മൾ കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ്, അസുഖം മാറണം അല്ലെ. അതാണ് നമ്മളുടെ ഉദ്ദേശം. ആ ഒരു സർവീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേസ് എക്സ്റേ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അല്ലെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട് അല്ലെ. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള പ്രകടനം ഇദ്ദേഹത്തിന് ആ ഒരു പേഷ്യന്റ് നേടിയെടുക്കേണ്ടതുണ്ട്. നേച്ചർ, മാനർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് അനുസരിച്ചിട്ട് അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് എന്തായാലും കൃത്യമായിട്ടുള്ള അർഹതപ്പെട്ടേണ്ടത് നേടിയെടുക്കേണ്ടതുണ്ട്. ഓർ അതർവൈസ് ഇൻ എ റിലേഷൻ ടു ദ സർവീസ്. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എന്താണ്, അവിടെ ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ വീട്ടിലൊക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ട് MRI സ്കാൻ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ സ്കാനിങ് അല്ലെ ആ ഒരു മെഷീനിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിതെല്ലാം ഈടാക്കിയതാണ്. അവർ സ്കാൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് അവര് നേരത്തെ കൂട്ടി സമ്പാദിച്ചതാണ്. അപ്പൊ നമുക്കത് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ സർവീസ് ആ സേവനം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. നമ്മൾ കൊടുത്ത പേയ്മെന്റ് വെച്ചിട്ട് സർവീസ് കിട്ടിയില്ല എന്നുള്ളത് രേഖപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അവകാശം നേടിയെടുക്കാനായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. അത് 3 or 4 മന്തിനുള്ളിൽ അതിന്റെ പരിഹാരം നേടിയെടുക്കാൻ സാധിക്കും. സർവീസ് എന്ന് പറയുന്നത് എന്താണ്, സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. നമുക്കറിയാം ഫ്രീ ആയിട്ടുള്ള ചില ഹോസ്പിറ്റൽ ചാരിറ്റബിൾ സർവീസ് ഒക്കെ ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന സർവീസ് അല്ലാതെ ഫണ്ടോട് കൂടിയിട്ട് അല്ലെ, നമ്മളൊരു നിശ്ചിത ഫണ്ട് കൊടുത്തിട്ട് സർവീസ് നേടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സേവനമാണ്. ആ ഒരു ലേബലിൽ അതായത് കൊടുക്കുന്ന ഫണ്ടിനനുസരിച്ചിട്ടുള്ള സേവനം നേടിയെടുത്തില്ലെങ്കിലാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിന്റെ ഒരു പോയിന്റും കൂടിയുണ്ട്. ടൈം ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ക്ലെയിമുകൾ കൊടുക്കാം എന്ന് പറഞ്ഞല്ലേ. ഈ ക്ലെയിം എന്താണ്, ഈ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CBA മസ്റ്റ് ബി ഫിൽഡ് വിത്തിൻ 3 years. CBA എന്ന് പറയുന്നത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ആണ്. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. അപ്പൊ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ നമുക്ക് കോമ്പൻസേഷൻ എന്താണ്, മസ്റ്റ് ആയിട്ടും എന്താണ് വിത്തിൻ 3 year ഇതിന്റെയൊക്കെ കോമ്പൻസേഷൻ കിട്ടിയിരിക്കണം. The National Forum deals case 30 lakhs.
അതായത് അബവ് 30 or 30 lakhsന് അപ്പൊ മുകളിലോ ഉള്ള അല്ലെ ഒരു ഇത്രയും നാളിനുള്ളില് CPA എന്ന് പറയുന്നത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഓക്കെ, അപ്പൊ നാഷണൽ സർവീസ്. ഓക്കെ, നമ്മൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ സാധാരണയായിട്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഓക്കെ, അതെ. then ഇതിൽ പറയുന്നത് നാഷണൽ ലെവലില് എന്താണ് 30 അതിനേക്കാൾ കൂടുതൽ അല്ലെ 30 ലക്ഷത്തേക്കാൾ കൂടുതൽ അത്രയും വരെയുള്ള കേസുകൾ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്കറിയാലോ ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് പോയിട്ട് കാര്യം സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോകും, സ്റ്റേറ്റ് ലെവലിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താണ് നാഷണൽ ലെവലിൽ പോകും. അപ്പൊ അത്രത്തോളം ലക്ഷങ്ങളോളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്യുന്നുണ്ട്. അതന്നെ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ഓക്കെ ഞാൻ പറയാം, സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ 5 lakh, ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിൽ അപ് ടു 5 lakh, ഒരു 5 ലക്ഷത്തിന് അതുവരേക്കുമുള്ള കേസുകൾ ഇങ്ങനെ ഫയൽ ചെയ്തു പോകാറുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളത്. അല്ലെ, ഒരു ചെറിയ ടോപ്പിക് നമ്മുടെ അടുത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതില് എന്താണ് ചോദിച്ചത്? WEF, അതിന്റെ ഫുൾ ഫോം അല്ലെ. അതിൽ പ്രധാനമായിട്ട് പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. രണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടി നോട്ട് ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ. അത് ഒന്നാമതായിട്ടുള്ളത് വേൾഡ് എക്കണോമിക് ഫോറം. നെക്സ്റ്റ് പറയുന്നത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് WEF. then certified public accountant. വേൾഡ് തന്നെയാണ്. ടൈം ലൈൻ ഒന്നും കൂടി പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാം ടൈം ലൈൻ. അപ്പോ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഈ ആക്ടുകൾ ഇങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി ടൈം ചെയ്ത് പറയാം. സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൗജന്യ സേവനം ഒഴുകിയുള്ള ഇത് വിതരണം. നമുക്കറിയാം ചാരിറ്റബിൾ സർവീസ് എന്നുള്ള ലേബലിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ പേയ്മെന്റിന് വേണ്ടിയിട്ട് ബില്ല് കൊടുത്തതൊന്നും നമുക്ക് പ്രൂവ് ആയിട്ട് കാണിക്കാൻ സാധിക്കില്ല അല്ലെ, എവിഡൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ സർവീസ് എന്ന ലൈനിൽ വരുമ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് സാധ്യതയില്ല. അത് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെ, നമുക്കറിയാം പൊതുവെ ചാരിറ്റബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസ് നടത്തുന്നവരുടെ ആണെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് കൃത്യമായിട്ട് സർവീസ് കിട്ടിയില്ല എങ്കിൽ അതാണ് ആ സർവീസിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ സർവീസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിങ് ഫ്രീ സർവീസ്, അതായത് ഫ്രീ സർവീസ് ഒഴികെയുള്ള സർവീസുകൾ. അപ്പൊ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേയ്മെന്റ് കൊടുത്തതിന്റെ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കൃത്യമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു MRI സ്കാനിങ്ങിന് നമ്മൾ പേയ്മെന്റ് കൊടുത്തു, എന്നിട്ട് നമ്മളോട് അവിടെ ചെന്നിട്ട് മെഷീൻ വർക്കിംഗ് അല്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാലേ അത്യാവശ്യം പേയ്മെന്റ് കൊടുത്തിട്ടാണ് അതിന് വിധേയമാകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത് അനുകൂലമായിട്ടുള്ള ഒരു അവകാശമാണ് ആ കൺസ്യൂമറിനെ സംബന്ധിച്ച്, ആ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച്. അപ്പൊ അത് നേടിയെടുക്കാനായിട്ടുള്ള അർഹതയുണ്ട്. അതേസമയം ഫ്രീ സർവീസ് ആണെങ്കിൽ നമുക്കൊന്നും നിയമസാധുതയൊന്നുമില്ല. കാരണം അത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘടനയായിരിക്കും തരുന്നത്. ഏതെങ്കിലും അല്ലെ സംഘടനകളാണ് അത് സർവീസ് പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫ്രീ സർവീസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.